കോവിഡ് മഹാമാരി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്ന ലേക്ക് ചരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുകയും ഉപഭോക്തൃ വിലകൾ 4%-നും 6%-നും ഇടയിൽ പിടിച്ചു നിർത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിന് അങ്ങനെ തന്നെ കോവിഡ് കഴിഞ്ഞ് 2022 ആകുന്നവരത്തേക്കും അതുപോലെ തന്നെ 4%-ത്തിൽ റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ബാങ്കിൽ നിന്ന് കമേഴ്ഷ്യൽ ബാങ്കുകൾ വളരെ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി വായ്പ എടുക്കും. ചിലപ്പോൾ ഒരു രാത്രിക്കായിരിക്കാം, ചിലപ്പോൾ 1-2 ദിവസത്തേക്കായിരിക്കാം. അങ്ങനെ പെട്ടെന്നുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എടുക്കുന്ന വായ്പ. അപ്പോൾ റിസർവ് ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കുകളോട് ഈടാക്കുന്ന റേറ്റ് ആണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീപ്പോ റേറ്റ് 4%-ത്തിൽ നിജപ്പെടുത്തി കോവിഡ് കാലത്ത്. അതിനുശേഷം പിന്നെ ഓൾമോസ്റ്റ് 2 വർഷത്തോളം ഈ 4%-ത്തിൽ തന്നെ, അതായത് കോവിഡ് കഴിഞ്ഞ് അതിൻ്റെ പ്രകമ്പനങ്ങളെല്ലാം കഴിഞ്ഞ് ഇക്കോണമി സമ്പദ്ഘടന ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കഴിയുന്നത് വരെ റേറ്റ്, അതായത് റീപ്പോ റേറ്റ് 4%-ത്തിൽ തന്നെ നിലനിർത്തിയിരുന്നു. ഒരുപക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ഇത്രയും താഴ്ന്ന നിരക്കിൽ റീപ്പോ റേറ്റ് നിർത്തുന്നതും അപ്പോഴായിരിക്കാം. അതിനുശേഷമാണ് മോണിറ്ററി പോളിസി, അതായത് സമ്പദ്ഘടന സാധാരണ നിലയിലേക്ക് വന്നതിന് ശേഷമാണ് റീപ്പോ റേറ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ചേർന്ന് 0.5% എന്ന രീതിയിൽ ഉയർത്താൻ തുടങ്ങിയത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി റീപ്പോ റേറ്റ് 4%-ത്തിൽ നിജപ്പെടുത്തിയിരുന്നപ്പോഴും അതിൽ തൊട്ട് കളിക്കാതിരുന്നപ്പോഴും ഉപഭോക്തൃ വിലകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ റീപ്പോ റേറ്റ് അങ്ങനെ നിലനിർത്തിയില്ലെങ്കിലത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉപഭോക്തൃ വിലകൾ 11% വരെ ഉയർന്നു പോയിരുന്നു കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം തന്നെ, അതായത് സമ്പദ്ഘടന നോർമൽ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ്. പിന്നെ നോർമൽ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി അതിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് താഴേക്ക് വന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ റീപ്പോ റേറ്റിൽ അല്പം കടന്നു കയറ്റം, അതായത് 4.5% വീതം കുറയ്ക്കാൻ തുടങ്ങിയത്. അത് 6.5% വരെ വർദ്ധിപ്പിച്ചു. 6.5% വരെ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഈ 11% വരെ ഉപഭോക്തൃ വില പൊങ്ങിപ്പോയ സമയത്താണ് 6.5% വരെ റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുന്നത്. അതിനുശേഷം ഇതുവരെ താഴേക്ക്, അതായത് അത് ഈ 2.5%-ത്തിൽ 6.5%-ത്തിൽ എത്തിയതിന് ശേഷം 7 പ്രാവശ്യം മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടി. പക്ഷെ 7 പ്രാവശ്യവും റീപ്പോ റേറ്റുകൾ കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തില്ല. ആഗോള സമ്പദ്ഘടനയിൽ തന്നെ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയുണ്ട്. ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന്റെ മൂവ്മെന്റും ആ തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ റീപ്പോ റേറ്റ് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട സമയമായില്ല എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നിട്ടും അപ്പോൾ ആഗോള തലത്തിൽ തന്നെ ഭക്ഷ്യവിലകൾ, അതായത് ഉപഭോക്തൃ വിലകൾ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ ഉള്ളിവില സാധാരണയിൽ കവിഞ്ഞും ഉയർന്നു അതായത് ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉപഭോക്തൃ വിലകൾ തന്നെ ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഉള്ളിക്ക് ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നാം പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഓർക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവെയും നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സവാള അല്ലെങ്കിൽ ഉള്ളി എന്ന് പറഞ്ഞാൽ അത് വലിയ നിർഭരമായ ഒരു ഉൽപ്പന്നമാണ്. അതായത് ഉള്ളിയും ദാലും ഇതാണ് പരമദരിദ്രരുടെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ലക്ഷ്യം അനുസരിച്ച് 2030 ആകുമ്പോഴത്തേക്കും ദാരിദ്ര്യം പട്ടിണി ഇല്ലാതെയാക്കണം, അതുപോലെ തന്നെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ബഹുദൂരം മുന്നേറാനുണ്ട്. അപ്പം ഉള്ളി, ദാല് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പോഷകാഹാരമായെന്ന് വേണം പറയാൻ. ഉള്ളി ഇല്ലാതെ വന്നാലോ പറയാനുമില്ല. നമ്മുടെ ശ്രീ AK ആന്റണി സിവിൽ സപ്ലൈസ് മന്ത്രി, കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് മന്ത്രി ആയിരുന്ന 1980-കളിൽ
ഉള്ളി വില വർദ്ധിക്കുകയും ഉള്ളിയുടെ സ്കേഴ്സിറ്റി കാരണം ഉള്ളി വില വർദ്ധിക്കുന്നു, ഇമ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വരുന്നു എന്ന് കണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അത്ര പ്രധാനപ്പെട്ടതാണ് ഉള്ളിവില ഇന്ത്യയിൽ. അത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉള്ളിയുടെ എക്സ്പോർട്ട് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ എക്സ്പോർട്ട് നിരോധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങൾ, ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തോതിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ ഇടപെട്ട് തന്നെ ഉള്ളിയുടെ കയറ്റുമതിക്ക് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് എക്സ്പോർട്ട് ബാൻ ഒരു വശത്ത് നിലനിൽക്കുന്നു, അതേ സമയത്ത് 12 രൂപ മുതൽ 15 രൂപ വരെ ഒരു കിലോഗ്രാമിന് വില കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ഉള്ളി വാങ്ങുന്നു. ഉള്ളി വാങ്ങി, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് കമേഴ്ഷ്യൽ മിനിസ്ട്രിയുടെ, കാർഷിക മന്ത്രാലയത്തിന്റെ, അതുപോലെ തന്നെ സഹകരണ മന്ത്രാലയത്തിന്റെയും അനുമതിയോടുകൂടി ഉള്ളി വിപണിയിൽ ഇടപെട്ട് 12 മുതൽ 15 രൂപ വരെ ഒരു കിലോഗ്രാമിന് വില നൽകി വാങ്ങുന്നു. അങ്ങനെ വാങ്ങിയ ആ ഉള്ളി UAE-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടേഴ്സ് ആരാണ്? അവിടുത്തെ ഗവൺമെന്റ് അല്ല ഇമ്പോർട്ടേഴ്സ്, സ്വകാര്യ കമ്പനികളാണ് അവിടുത്തെ ഇമ്പോർട്ടേഴ്സ്. അപ്പൊ ഇത് നയതന്ത്ര ചാനൽ വഴിയുള്ള എക്സ്പോർട്ടാണ് എന്നാണ് ഇന്ത്യയിൽ ഗവൺമെന്റ് നൽകുന്ന ഉത്തരം. നയതന്ത്ര ചാനൽ വഴിയുള്ള കയറ്റുമതി എന്നാണ് പറയുന്നത്. നയതന്ത്ര ചാനൽ വഴിയുള്ള കയറ്റുമതി ഉൽപ്പന്നം വാങ്ങുന്നതോ അവിടുത്തെ സ്വകാര്യ കമ്പനികൾ, UAE-യിലെ സ്വകാര്യ കമ്പനികൾ. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, സാധാരണ ഉള്ളിവില നോർമൽ വിലയിൽ നിൽക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ 300 മുതൽ $500 വരെയാണ് ഒരു ടൺ ഉള്ളിയുടെ അന്താരാഷ്ട്ര വില. $300 $500 ഇടയ്ക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ $1500 ഒരു ടൺ ഉള്ളിയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ. അപ്പോഴാണ് അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചിരിക്കുന്ന ഉള്ളി $300 മുതൽ $500 വരെ വിലയ്ക്കാണ് ഇന്ത്യയിൽ നിന്ന് ഉള്ളി കയറ്റി അയച്ചിരിക്കുന്നത്. ഓർമ്മിക്കണം, അതേ ഉള്ളിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ $1500 വില. അപ്പോ നമ്മുടെ കർഷകരെ നക്കാപ്പീച്ച വില കൊടുത്ത് 12 മുതൽ 15 രൂപ വരെ പെർ കിലോഗ്രാം അങ്ങനെ വില കൊടുത്ത് മേടിച്ച്, അതായത് $300 $500 ഇടയ്ക്ക് ഒരു ടണ്ണിനെന്ന് വെച്ചോളൂ, അങ്ങനെ വില കുറച്ച് വാങ്ങിച്ചിട്ട് $1500 ഒരു ടണ്ണിന് വിലക്കാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകം ഈ ദേശീയ ദിനപത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകം കൊണ്ട് തന്നെ ഈ കമ്പനികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ 300 കോടിയിലധികം ലാഭം കൊയ്തിരിക്കുന്നു. 14,400 ടൺ കയറ്റി അയക്കാനുള്ള എഗ്രിമെന്റിലാണ് നയതന്ത്ര ചാനലിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് 3,300 ടൺ 3,600 ടൺ ഈ തരത്തില് കയറ്റി അയച്ചു കഴിഞ്ഞു. ഇനിയും 10,000 ടൺ കൂടിയാണ് കയറ്റി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയധികം, അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും 1000 കോടി രൂപ വരെ ഈ ഇവിടെ നിന്ന് വാങ്ങുന്ന അന്താരാഷ്ട്ര പ്രൈവറ്റ് കമ്പനികളുടെ ലാഭം, ഇപ്പൊ ഓൾറെഡി 300 കോടി അവർക്ക് ലാഭം കിട്ടിയതായി ഈ ദേശീയ ന്യൂസ് പേപ്പർ പുറത്തു കൊണ്ടുവരുന്നു. ഇനി 1000 കോടി വരെ അവരുടെ ലാഭം ഉയരാമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കർഷകന് കിട്ടിയത് 12 രൂപ മുതൽ 15 രൂപ വരെയാണ്. ഈ കയറ്റി അയക്കാനുള്ളത് മുഴുവനും അവർ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇത്തരമുള്ള എക്സ്പോർട്ടേഴ്സിന്, കാരണം അത് ഗവൺമെന്റ് തന്നെയാണല്ലോ അതിന്റെ എക്സ്പോർട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകനെ പിറ്റൻസിന് വിൽക്കുന്നത് എന്നാണ് നാം അന്വേഷിക്കേണ്ടത്. അതായത് ശ്രീ AK ആന്റണി ഒരു തരത്തിലും ഇതിൽ ഇൻവോൾവ് ആകാതിരുന്നിട്ടാണ് ഉള്ളിയുടെ വില വർദ്ധിക്കുന്നു എന്ന് കണ്ട്, വരാനിരിക്കുന്ന ദുസ്ഥിതി മനസ്സിൽ കണ്ടുകൊണ്ട് എക്സ്പോർട്ടൊക്കെ ബാൻ ചെയ്താണ് അദ്ദേഹം ആ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന്
എന്താണ് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് തയ്യാറായ ഒരു മന്ത്രി, ഒരു കോൺഗ്രസ് മന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ എന്നിരിക്കെ, എല്ലാ തരത്തിലും എല്ലാ രാഷ്ട്രീയക്കാരുടെ നേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തിരിച്ചുവിട്ട് അവരെല്ലാം അഴിമതിക്കാരാണ്, എല്ലാ എതിർ പാർട്ടിക്കാരും അഴിമതിക്കാരാണ് എന്ന് മുദ്ര കുത്തുന്ന ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ വലിയ അഴിമതി, അതായത് ഇന്ത്യയെ പോഷകാഹാര ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക, അതായത് ദാലും ഉള്ളിയും ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരന് ജീവിതമില്ല, അതറിയാവുന്ന ഗവൺമെന്റ് ആണ് ഈ തരത്തില് ദാലിന്റെ വില ഉള്ളിയുടെ വില കുറച്ച് കർഷകർക്ക് 12 മുതൽ 15 രൂപ വരെ കൊടുത്ത് വാങ്ങിയിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ അത് അതായത് ഒരു ടണ്ണിന് 300 മുതൽ 500 ഡോളർ വരെ വില കൊടുത്തിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ $1,500 വിലയ്ക്ക് അത് വിറ്റുപോകുന്ന ഒരവസ്ഥ. അങ്ങനെ UAE കമ്പനികളെ ലാഭം കൊയ്യാൻ അനുവദിക്കുന്നു, ഇന്ത്യയിലെ ഉൽപാദകരെ നിർധനാവസ്ഥയിലേക്ക്, കടക്കണിയിലേക്ക് തള്ളിവിടുന്നു. അതാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തയ്യാറാക്കാത്തത് എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അതായത് AK ആന്റണി റിസൈൻ ചെയ്ത സമയത്ത് ഇന്ത്യൻ ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിന്റെ ചക്രങ്ങൾ വഴിതെറ്റിപ്പോയിരുന്നില്ല. ഇന്ന് ഇന്ത്യൻ ഡെമോക്രസിയുടെ ചക്രങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. മാത്രവുമല്ല, ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നു, അതുപോലെ നടപ്പാക്കുന്നു. അതായത് ജനക്ഷേമകരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഉറപ്പ് നൽകി കടന്നു വന്ന ഗവൺമെന്റാണ് ജനദ്രോഹപരമായ നടപടികളിലൂടെ ജനങ്ങളെ വഞ്ചിക്കുന്നു, അട്ടിമറിക്കുന്നു, ഭരണം സ്വയം അട്ടിമറിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഇന്ത്യയെ ഭരിക്കുന്നത് വിദേശചാരന്മാരാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കൊടും ക്രൂരത ഇവിടെ സംഭവിക്കുന്നത്? അതായത് കർഷകരെ വിദേശ വ്യാപാര കുത്തകകൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽ ഞെരിഞ്ഞമരുകയാണ് ഇന്ത്യയിലെ ഉള്ളി കർഷകരും ഉള്ളി ഉപഭോക്താക്കൾ. എന്നിട്ട് എതിർ പാർട്ടിക്കാരാണ് ആരെങ്കിലും ആണെങ്കിൽ അവരുടെ നേരെ ED പോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഉദ്യോഗസ്ഥരെയും ഇറക്കി വിടുകയും ജനജീവിതം തന്നെ, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ജീവിതമല്ല, ജനജീവിതം തന്നെ ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല. നീതി നിഷേധിക്കപ്പെടുന്നത് പാവപ്പെട്ട കർഷകർക്കും അതുപോലെ തന്നെ ഈ ദാലും ഉള്ളിയും അവരുടെ ജീവസന്ധാരണത്തിന്റെ അടിസ്ഥാനമാക്കി വച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കുമാണ്. 142,86,00,000 ജനങ്ങളുള്ള ഇന്ത്യയില് ഇതുപോലെയുള്ള ചതിവ്, അതായത് ഭക്ഷണത്തിൽ കാണിക്കുന്ന ഈ വലിയ ചതിവ് ജനം ഈ ഇലക്ഷൻ കാലത്ത് തിരിച്ചറിഞ്ഞേ മതിയാകൂ.